പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലാണ്. അദ്ദേഹത്തെ ദൈവം ഇന്ന് രാത്രി ശക്തമായി ഉപയോഗിപ്പാൻ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇന്നത്തെ ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരേണ്ടതിന്, ഇത് പിന്നീട് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. നല്ല പിതാവെ, നന്ദിയോടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവെ, പിന്നെയും ഒരു ദിവസം കൂടി കർത്താവെ അഗപ്പെ ബൈബിൾ സ്കൂളിനോടുള്ള ബന്ധത്തോടെ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും കർത്താവെ ഹല്ലേലൂയ ദൈവവചനം പഠിക്കുവാനും അവിടെ നൽകി തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഇന്ന് ക്ലാസ് എടുക്കുന്നതായ അങ്ങയുടെ ഭൃത്യൻ ഷാജൻ പാറക്കടയിൽ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ വചനം സംസാരിക്കുവാനും അത് കേൾക്കുന്ന അടിയങ്ങൾക്ക് ഗ്രഹിക്കുവാനും സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ദൈവമേ, ഈ രാത്രിയിലും കർത്താവിന്റെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പഠിക്കുവാൻ കർത്താവെ അത് ഗ്രഹിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയോടെ നടുഭൃത്യനെ ക്രൂശിന്റെ മറവിലോട് നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് തരികയാണ്. ദൈവമേ, വചനം പഠിക്കുന്ന നിങ്ങൾ ആത്മീയ ജീവിതത്തിന് കർത്താവെ മറ്റനേകർക്ക് അത് പ്രയോജനപ്പെടുവാനും ഇടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പ്രിയ സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചു, അനുഗ്രഹിച്ചു, നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവഹിതമായാൽ നാളെ നമ്മുടെ ചിപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് നമ്മുടെ നേരത്തെ പേരറിയുക. പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓർഡിനേഷൻ സെഷനൊക്കെ ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നു. ദൈവം സഹായിക്കട്ടെ. എല്ലാത്തിനും നന്ദി. ദൈവം എല്ലാ വിധത്തിലും കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കുന്നു. ഒരു സ്തോത്രം പറയുമ്പോൾ എല്ലാവരും കരമൊന്ന് വീശി കേൾക്കാമെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് ഒന്നിച്ച് ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാമല്ലോ. അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ക്രമീകൃതമായ ബൈബിൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ കൃത്യമായി അതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതിലും അതിയായ സന്തോഷം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും റെഡും ഓറഞ്ചും ഒക്കെ അലർട്ടുകൾ കാലാവസ്ഥാ നിരീക്ഷകർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഇടത്തും ഭയങ്കര മഴയായിരുന്നു പകലൊക്കെ. ഇപ്പോൾ അല്പം ശാന്തമായിട്ടുണ്ട്. എങ്കിലും അതിന്റെ പ്രകൃതിയുടെ കാലമൊന്നും നമുക്ക് വിവരിക്കാൻ വയ്യാത്തൊരു അല്ലെങ്കിൽ പ്രവചിക്കാൻ വയ്യാത്തൊരു കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടായാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. അതിനുള്ള ഒരു നമുക്ക് ഈ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും, എന്നെ കാണുന്നില്ലെങ്കിൽ പോലും ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാം. ആ നിലയിൽ നമ്മെ സഹായിക്കട്ടെ. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും വളരെ പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ, ആ ചിന്തകളിലെ ഏറെ പ്രസക്തമായ നമുക്ക് അറിയേണ്ട, നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഭാഗം, അതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് വിഷയത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ അവസാനിക്കും. തുടർന്ന് അടുത്ത ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. നമ്മൾ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്റ്റോളജി ഇൻ പോളൈൻ എപ്പിസ്റ്റൽ, ഹൗ ഹി ഡിഫൈൻ ക്രിസ്റ്റോളജി ഇൻ പോളൈൻ എപ്പിസ്റ്റൽ, എങ്ങനെയാണ് പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ പൗലോസ് ക്രിസ്റ്റോളജിക്കൽ അല്ലെങ്കിൽ
ക്രിസ്തുശാസ്ത്രപരമായി എന്താണ് തന്റെ അഭിപ്രായം, തന്റെ ചിന്തകൾ, താൻ മുൻപോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ തന്റെ എഴുത്തിലൂടെയും തന്റെ പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ താൻ അനുവാചകരോടും ശ്രോതാക്കളോടും ഒരുപോലെ പറയാൻ ആഗ്രഹിച്ചത് എന്താണ് എന്നാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഈ ക്ലാസിന്റെ പ്രാരംഭ 2 പോയിന്റുകൾ ജസ്റ്റ് ഞാനൊന്ന് പറയുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഈ ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അത്യാവശ്യമായി അവിടെ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ഒരു സെമിനാറിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളോർക്കും പഠിപ്പിക്കുകയല്ല, ഒരു വലിയ സെമിനാരിയാണ്. അവിടുത്തെ മീഡിയയുടെ ഹെഡായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പം അവിടെ അത്യാവശ്യമായി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നുണ്ട്, പ്രത്യേക പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒഴിവാകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് എത്തുവാൻ കഴിയുന്നത്. ക്ഷമിക്കുക, ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന്റെ പ്രാരംഭ ചിന്തകൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ. ഒരുപക്ഷെ നിങ്ങൾ അത് ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന ചിന്ത പൗലോസിന്റെ ലേഖനങ്ങളിൽ എങ്ങനെയാണ് താൻ പറഞ്ഞിരിക്കുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ഒന്നാമത്തെ, ഇതൊരു പ്രസംഗ വിഷയമായിട്ടൊക്കെ വേണമെങ്കിൽ 7 പോയിന്റുകൾ ഇതിനകത്തുണ്ട്. ഒരു പ്രസംഗ വിഷയമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന, അത് പഠിച്ചു കഴിയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ നമ്മുടെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ സഹോദരിമാരുടെ യോഗത്തിനോ അല്ലാത്തൊരു യോഗത്തിനൊക്കെ ചെറിയ പ്രബോധനമൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് കരം ഉയർത്തിയേ, അറിയില്ലേ? കണ്ടേ, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മുടെ ക്ലാസ്സാണ്, നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയല്ല, ക്ലാസ്സാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ ചിലർ ഉണ്ടല്ലോ, അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ബാക്കിയുള്ളവരും കൂടി നിങ്ങൾ പരിശീലിക്കുക. അടുത്ത പ്രാവശ്യമൊക്കെ, ഇതിന്റെ ഈ സെമസ്റ്റർ കഴിയുമ്പോൾ അടുത്ത സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് വ്യാഖ്യാന ശാസ്ത്രം, പ്രസംഗശാസ്ത്രം ഒക്കെ പഠിക്കാം. അന്നേരം കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പം ആദ്യത്തെ സെമസ്റ്ററിൽ കുറച്ച് ബൈബിൾ ഓറിയന്റഡ് ആയിട്ടുള്ള പുസ്തക പരിചയം, പുസ്തകത്തിന്റെ ചില വിഷയങ്ങൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അതെങ്ങനെ നൽകണം എന്നുള്ളതിന്റെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത സെമസ്റ്ററിലേക്ക് വരുമ്പോൾ പ്രസംഗശാസ്ത്രമൊക്കെ നമുക്ക് പഠിക്കാൻ ഇടയാകും. അല്ലെങ്കിൽ വ്യാഖ്യാന ശാസ്ത്രമൊക്കെ, ഹെർമനോട്ടിക്സ്, അതിന്റെ ഹെർമനറ്റിക്സ്, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ഇടയാകും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകും. എങ്കിലും ഈ സഭയിലൊക്കെ പ്രബോധനം സഹോദരന്മാരുടെ മീറ്റിങ്ങിലോ യൂത്ത് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടക്കൂട്ടായ്മകളിലോ ഒക്കെ അവസരം ലഭിക്കുമ്പോൾ എല്ലാ ആളുകളും, പഠിക്കുന്ന എല്ലാവരും പ്രസംഗിക്കണം, പ്രബോധനം പറയണം. പ്രബോധനം എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാതെ നന്നായി പ്രസംഗിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യകാരണ സഹിതം ഒരു വിഷയമെടുത്ത് കാര്യകാരണ സഹിതം ഇതാണ് എന്റെ തെളിവ് എന്നൊക്കെ പറഞ്ഞ് ആധികാരികമായി തന്നെ സംസാരിക്കണം. അതിന് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിഷയത്തിന്റെയും ഭാഗങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് പ്രസംഗങ്ങൾ ചൂസ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു 7 പോയിന്റ് ഇത് അങ്ങനെ പ്രസംഗിക്കുന്നവർക്കും ഉപയോഗിക്കത്തക്ക നിലയിലാണ് ഈ 7 പോയിന്റുകൾ ഞാൻ പറയുന്നത്. ഒന്നാം, പൗലോസിന്റെ ചിന്തകളിൽ, ക്രിസ്തുശാസ്ത്ര ചിന്തകളിൽ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇൻ ക്രൈസ്റ്റ് അഥവാ ക്രിസ്തുവിൽ എന്ന വാക്ക് താൻ ഉപയോഗിക്കുന്നത്. തന്റെ കൃതികളുടെ ഈ വ്യത്യസ്തമായ രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ക്രിസ്തുവിൽ എന്ന പദം. ഒന്നാമത്തെ ചിന്തയിൽ, ഉദാഹരണത്തിന് പൗലോസിന്റെ ലേഖനങ്ങളിൽ യേശു ക്രിസ്തുവിൽ, രണ്ടാമത് കർത്താവിൽ, അതുപോലെ തന്നെ ഇൻ ഹിം, ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഇൻ ദ ലോർഡ്, ഇൻ ഹിം തുടങ്ങി ക്രിസ്തുവിൽ എന്ന പദം, ഇൻ ഹിം അല്ലെങ്കിൽ ഇൻ ക്രൈസ്റ്റ് എന്ന ധാരാളം പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത്തരം പദപ്രയോഗങ്ങൾ കൃത്യമായി പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ പറയുകയുണ്ടായി, ഞാൻ നമ്മുടെ ഈ ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പൗലോസിന്റെ ലേഖനങ്ങളിൽ താൻ ഉപയോഗിച്ചിരിക്കുന്ന പദാവലികൾ, ആലങ്കാരിക പദങ്ങൾ, അതുപോലെ തന്നെ വളരെ അർത്ഥവത്തായിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, അതുപോലെ ചില വാക്യങ്ങൾ ഒക്കെ താൻ ഉപയോഗിച്ചിരിക്കുന്നത് അന്നത്തെ താൻ അനുവർത്തിച്ചു വന്ന അല്ലെങ്കിൽ താൻ പിൻപറ്റി വന്നിരുന്ന മുൻകാല ആ ചെയ്തികളെയും കർമ്മങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് സ്ഥാപിക്കുവാനോ, ഒപ്പം തന്നെ നിലവിലുള്ള വിശ്വാസ ജീവിത രീതികളെ അല്ലെങ്കിൽ ആരാധന രീതികളെ, ജനത്തിന്റെ ആരാധന രീതികളെ, സഭയുടെ ആരാധന രീതികളെ ഒക്കെ വിശദമായി ഖണ്ഡിച്ചുകൊണ്ട് ക്രിസ്തു എന്ന് പറയുന്ന തത്വത്തെ സ്ഥാപിക്കുവാനോ വേണ്ടിയാണ് താൻ കൃത്യമായിട്ട് ഇത്തരം പദപ്രയോഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം,
താൻ ആർക്കാണോ ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്, ഈ 14 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന ഓരോ സഭയ്ക്കും വ്യക്തികൾക്കും ഒക്കെയാണ്. അപ്പം അവർ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ പരമ്പരാഗതമായിട്ടോ പൈതൃകമായിട്ടോ നിലവിലുള്ള സാഹചര്യ സാംസ്കാരിക പശ്ചാത്തലം അനുസരിച്ചോ മതപരമായിരിക്കുന്ന ആരാധന ആചാര രീതി അനുസരിച്ചോ ഒക്കെ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ താൻ എടുത്തിട്ട് താൻ ഒരു ശൈലി പ്രയോഗങ്ങൾ തന്റെ ശൈലിയിൽ താൻ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം പദപ്രയോഗങ്ങൾ ബൈബിളിൽ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിസ്തു എന്ന തത്വത്തെ കൃത്യമായി ജനങ്ങളുടെ, വായനക്കാരന്റെ, ആ ക്രിസ്ത്യാനി ഭാവമുള്ള വ്യക്തികളുടെ, ക്രിസ്ത്യാനുയായികളുടെ മനസ്സിൽ കൃത്യമായി പതിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറയുന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഏത് തരത്തിലും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം മാത്രമേ പൗലോസിനുള്ളൂ. അത് കൃത്യമായി താൻ പറയുന്നു. ഇനി ഒന്നാമത്തത്, ഈ ഇൻസ്ട്രുമെന്റലിറ്റി അല്ലെങ്കിൽ മാധ്യമ രീതി, താൻ ഉപയോഗിക്കുന്ന ഒരു സെൻസ് എന്ന് പറഞ്ഞത് മാധ്യമമായ രീതി, ഇൻസ്ട്രുമെന്റൽ എന്ന നിലയിൽ താൻ എന്ത് ചെയ്യാം, ആ അർത്ഥത്തിലാണ് ഒന്നാമതായിട്ട് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. 2 കൊരിന്ത്യർ 5:18 വാക്യത്തിൽ ദൈവം ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇവിടെ ക്രിസ്തു നിരപ്പിനോടുള്ള ബന്ധത്തിൽ ഒരു മാധ്യമമായി, ഒരു മുഖാന്തരമായി വർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 2 വ്യത്യസ്തമായ സംസ്കാരമുള്ള ആളുകൾ, അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന സത്ത മാത്രം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരംശവും അതിന് നേരെ ഘടകവിരുദ്ധമായി നിൽക്കുന്ന മറ്റൊരു പ്രതലവും, എന്നൂടെ ഞാൻ പറയുന്നു, ദൈവികമായ അംശം മാത്രമുള്ള ദൈവിക സത്ത അത് ഒരു ഭാഗത്തും, മറുഭാഗം എന്ന് പറയുന്നത് എന്തെല്ലാം മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുത്തിയോ അതൊന്നും തിരിച്ചറിയാതെ, അതൊന്നും വകവയ്ക്കാതെ, ഒന്നുകൂടി പറഞ്ഞാൽ അതിനൊക്കെ പുറംകാലുകൊണ്ട് തട്ടിയിട്ട് മുൻപോട്ട് പോകുന്ന ഒരു ജനതയാണ് ഈ പുതിയ നിയമത്തിൽ വരുമ്പോഴും കാണാൻ കഴിയും. ഇനി ഒന്നുകൂടി ഞാൻ ഇറങ്ങി പറയാം. നമുക്കറിയാം, ഈ ബൈബിളിന്റെ ആകെ തുക എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനും ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടിയുള്ള ദൈവത്തിന്റെ അന്വേഷണമാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നോ എല്ലാവർക്കും? പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയാം. ബൈബിളിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ഈ പൊട്ടാസോ കാണത്തുള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിൽ പൊട്ടാസോ ഉള്ളൂ. നമ്മൾ ബോംബിടുകയാണ് ജനത്തെ എന്ത് ചെയ്യണം? തോന്നണം. അങ്ങനെ വേണം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ കൊണ്ടോ, നമ്മുടെ ചിന്ത കൊണ്ടോ, നമ്മുടെ ആശയങ്ങൾ കൊണ്ടോ, നമ്മുടെ അവതരണ ശൈലി കൊണ്ടോ ഒക്കെ ഇയാളുടെ കയ്യിൽ എന്തെങ്കിലും കാണും എന്നൊരു തോന്നൽ ജനത്തിന് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും നമ്മുടെ ഈ വൈകല്യങ്ങൾ, നമ്മുടെ ബാലിശമായ ചിന്തകൾ, നമ്മളിൽ ഈ സ്വതസിദ്ധമായിരിക്കുന്ന, ജന്മസിദ്ധമായിരിക്കുന്ന ശൈലീഭാവങ്ങൾ ഒരിക്കലും അനുവാചകരോ അല്ലെങ്കിൽ വായനക്കാരോ, നമ്മളൊരു കാര്യം എഴുതിയാൽ വായനക്കാരോ, നമ്മളൊരു കാര്യം പറയുന്ന ശ്രോതാക്കളോ തിരിച്ചറിയരുത് എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രഭാഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ശ്രദ്ധിക്കുക. ഞാനത് സാമർത്ഥ്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ബൈബിളിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, സൗഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവം കൈക്ക് പിടിച്ച് ഇറക്കി വിട്ട, ദൈവീയ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന, സ്വത്വം നഷ്ടപ്പെട്ടു പോയ, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യവർഗം. അത് ആ മനുഷ്യവർഗം സഞ്ചാരം തുടങ്ങിയിട്ട് അവന്റെ പിന്നാലെ നീ മടങ്ങി വരൂ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു മുഖാന്തരം ഒരുക്കി മുൻപോട്ട് പോകുന്ന, പുറകെ പോകുന്ന, അന്വേഷണം നടത്തുന്ന ഒരു ദൈവത്തെയും നമുക്ക് അവിടെ കാണാൻ കഴിയും. ചുരുക്കത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനും തിരികെ അവനെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദൈവത്തിന്റെ രക്ഷണ പദ്ധതിയാണ് വാസ്തവത്തിൽ ബൈബിൾ എന്ന് പറയുക. ഇനി ശ്രദ്ധിക്കുക, അതിന് ദൈവം ഉപയോഗിച്ച പല മാർഗങ്ങളുണ്ട്. പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചു. എന്താ പ്രവാചകൻ? പലപ്പോഴും പറഞ്ഞ കാര്യം, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും മധ്യവർത്തിയായി ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവത്തിന് നാവായി
മനുഷ്യനോട് അരുളി ചെയ്യുന്ന, മനുഷ്യനോട് അറിയിക്കുന്ന ദൈവത്തിന് നാവാണ്. വാസ്തവത്തിൽ ഒരു മധ്യവർത്തിയായി വർത്തിക്കുന്ന ദൈവത്തിന് സാക്ഷാൽ നാവാണ് പ്രവാചകൻ. ഇനി പുരോഹിതന്മാർ ആരാ? പുരോഹിതന്മാര് ദൈവത്തിനും മനുഷ്യനും മധ്യവർത്തിയായി മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തോട് വിളിച്ചു പറയാൻ വേണ്ടി ദൈവത്താൽ നിയുക്തരായ, അഭിഷക്തരായിരിക്കുന്ന ആളുകൾ, അവരാണ് പുരോഹിതന്മാര് എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചേ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ന്യായാധിപന്മാർ, അതുപോലെ തന്നെ സമാഗമന കൂടാരം, അങ്ങനെ എന്തെല്ലാം മാർഗങ്ങൾ, പഴയ നിയമത്തിന്റെ യാഗങ്ങൾ, കർമ്മങ്ങൾ, കർമ്മകാണ്ഡങ്ങളൊക്കെ ദൈവം മനുഷ്യനുമായി മനുഷ്യന് ദൈവമായി ബന്ധപ്പെടുവാൻ, ഒന്നായി തീരാനുള്ള മുഖാന്തരങ്ങൾ ഒരുപാട് ഉണ്ടാക്കി. ന്യായപ്രമാണങ്ങൾ, ദൈവം ന്യായപ്രമാണം അവന് കൊടുത്തു, കൽപ്പനകൾ കൊടുത്തു, അല്ലെ? ഇങ്ങനെ എന്തെല്ലാം മുഖാന്തരങ്ങളിലൂടെ ദൈവം എന്ന സത്തയിലേക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ഒരു മടങ്ങി വരവൻ, രണ്ടാം വരവിന് വേണ്ടി, ഒരു മടങ്ങി വരവിന് വേണ്ടിയുള്ള ശ്രമം ദൈവം നടത്തിയിട്ട് അതൊക്കെ വേണ്ട എന്ന് വെച്ച് അവൻ വീണ്ടും ഇതെല്ലാം അവൻ ഉപയോഗിച്ചു. പക്ഷേ കൃത്യമായി ഇതിലൂടെ ഒന്നും ഒരു ദൈവികത്വം അവനിലേക്ക് സ്ഥാപിക്കപ്പെടാൻ കഴിയാതെ വന്നപ്പോഴാണ് സാക്ഷാത് ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും അവസാനം ഇന്ന് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കാൻ ദൈവത്തിന് ഹിതം തോന്നി ദൈവം വസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യന്റെ ഗാത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം കൃത്യമായി നമുക്കറിയണമെങ്കിൽ, കൃത്യമായി അറിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാണ് ഒരു ദൈവിക അംശം നമ്മളിലേക്ക് എത്തിച്ചേരുക. ഇനി ശ്രദ്ധിക്കുക, പൗലോസ് ഒന്നാമത്തെ ക്രിസ്തുവിൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വ്യത്യസ്തമായ സങ്കര സംസ്കാരമുള്ള, ഒരിക്കലും ചേരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന, ചേരാൻ ഒരു സാധ്യതയുമില്ലാത്ത രണ്ട് അവസ്ഥകളെ കൂട്ടിയിണക്കാൻ വേണ്ടി ക്രിസ്തു എന്ന തത്വത്തെ ഉപയോഗിക്കുവാൻ ദൈവം ഈ പദം പൗലോസ് അത് പരിചയപ്പെടുത്തുവാൻ പൗലോസ് ഈ പദം ഉപയോഗിച്ചു. ഒന്നാമത് ഒരു മാധ്യമം എന്ന നിലയിൽ. 2 കൊരിന്ത്യർ 5:18. മനസ്സിലായോ? എനിക്കറിയാം സ്പീഡ് കൂടുന്നു എന്നൊരു തോന്നലുണ്ട്, ക്ഷമിക്കുക. പതുക്കെ പോകാൻ നമുക്ക്. രണ്ടാമത് വ്യക്തിഗത രീതി, ഐഡന്റിറ്റി സെൻസ്. റോമാലേഖനം 3:24, 8:33. റോമർ 3:24, 8:39. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഗലാത്യർ 3:14. ഫിലോമോന്റെ ലേഖനം 16-ാം വാക്യം. ഇപ്പൊ ഞാൻ പറയുണ്ടായി, കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ ക്ലാസ്സിലും പറയുന്നുണ്ടായി, ദൈവം എന്ന് പറയുന്ന ഈ സനാതനമായ ധർമ്മത്തെ, അല്ലെങ്കിൽ ഈ സത്തയെ, ഇതൊരു സാർവത്രികമായ അവസ്ഥാവിശേഷമാണ്. ദൈവം എന്ന് പറയുന്നത് ഇത് സാർവത്രികമാണ്. ദൈവം, ഗാഡ് ഇസ് എ യൂണിവേഴ്സൽ. രക്ഷ, സാൽവേഷൻ ഈസ് യൂണിവേഴ്സൽ. രക്ഷ സാർവത്രികമാണ്, ആർക്കും കരഗതമാക്കാം. പക്ഷേ ഇറ്റ്സ് എ പേഴ്സണൽ. ഇത് എന്നാലും വ്യക്തിപരമാണ്, ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുപോലെ സംവേദനക്ഷമമാകുന്ന, എല്ലാവരോടും ഒരുപോലെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന, പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷം, അതാണ് ദൈവം എന്ന് പറയുക. പക്ഷേ ഈ ദൈവം ഒരാളെ സ്വീകരിക്കുന്നത് തികച്ചും വ്യക്തിപരമാണ്. താങ്ക് യു സക്കറിയ ബനാസ്. ഓക്കെ, ഈ ഒരു വ്യക്തിപരമായിട്ടാണ്, അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ എന്നൊരു പദം പൗലോസ് ഉപയോഗിക്കുമ്പോൾ വ്യക്തിപരമായി നമുക്ക് അറിയാൻ കഴിയുന്ന, അറിയേണ്ട ഒരു വ്യക്തിവിശേഷമായിട്ട് ദൈവത്തെ, ക്രിസ്തുവിനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാളും പറഞ്ഞൊരു കാര്യമാണെങ്കിലും ഇതുവ ബന്ധപ്പെട്ട് ഒന്നുകൂടി ഞാൻ പറയുന്നു. നിങ്ങളത് മറന്നുപോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആവർത്തന പരിസ്ഥിതിയാണെന്ന് ക്ഷമിച്ചേരും. വിശ്വാസം എന്ന് പറയുന്നത്, ഒരു ക്രിസ്തുവിനെ നമുക്ക് അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കൃത്യമായി ബോധ്യപ്പെടണം എന്ന് പല പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്, ഉദാഹരണവും ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായി എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന, എനിക്ക് മാത്രം സെൻസ് ചെയ്യാൻ കഴിയുന്ന
ഇപ്പം നമ്മളൊക്കെ സെൻസ് ചെയ്യുന്ന പല രീതിയിലാണ്. എനിക്ക് മനസ്സിലാകുന്ന പോലെ അല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞാൻ പറയുന്ന പോലെ അല്ല നിങ്ങൾ പറയുന്നത്. ഞാൻ അതിനെ ഒരു വസ്തുതയെ, ഒരു വസ്തുതയെയോ ഈ വസ്തുതയെ, ഒരു തത്വത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആ അർത്ഥത്തിലല്ല നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്. ഞാൻ സെൻസ് ചെയ്യുന്ന പോലെയല്ല നിങ്ങൾ സെൻസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പരിചയപ്പെടുന്ന എന്റെ ദൈവം എന്ന് പറയുന്നത് എനിക്ക് അല്പം കൂടി വൈകാരികമായ ഒരു ബന്ധം ഉണ്ടായിരിക്കാം. ഞങ്ങളുടെ ചർച്ചില് ഒരു ദേവദാസിയുണ്ട്, പുള്ളിക്കാരത്തി സഹോദരി. പുള്ളിക്കാരത്തി വന്നിരുന്നാൽ ആരെ ശ്രദ്ധിക്കാറില്ല. ഒറ്റയ്ക്ക് പരസ്യം നടത്തുക, വിവാഹം കഴിച്ച ഒരാളല്ല, ഒറ്റയ്ക്ക് പരസ്യം നടത്തുക, ട്രാക്ട് കൊടുക്കുക, സോഷ്യൽ പ്രവർത്തനമാണ് ഫുള്ള് എല്ലാ ദിവസവും. അപ്പം എവിടെയായാലും എപ്പോഴും അവരുടെ പുറത്ത് ഒരു സോൾ ബാഗ് ഉണ്ട്. ഈ ബാഗിനകത്ത് ഒരു സ്പീക്കർ ഉണ്ടാവും. രാവിലെ ട്രാക്ടുമായിട്ട് ഇറങ്ങും, 10 പേര് കൊടുത്ത് അന്നേരം ആ ബാഗ് തുറന്ന് സ്പീക്കർ അങ്ങോട്ട് വെക്കും, അങ്ങ് പ്രസംഗം തുടങ്ങും, അവിടെ നിന്ന് ഉഗ്രം ഒരു പരസ്യവും നടത്തും. ഇതാണ് പരിപാടി. എല്ലാ ദിവസം ഇവര് ഈ യോഗത്തിന് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ആരെ ശ്രദ്ധിക്കുന്നില്ല. കണ്ണടച്ച് ഇങ്ങനെ ചിലപ്പം ജൈവി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് കാണാം. നമ്മൾ ആരെ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യുക, അവരങ്ങ് പാടാൻ തുടങ്ങും. പാടുന്ന കൂട്ടത്തിൽ പാടും, പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അതിലങ്ങ് ലയിക്കും. ചിലപ്പം എല്ലാവരും എഴുന്നേറ്റ് ആരാധന ചെയ്യുമ്പം ഭയങ്കര ഡാൻസ് ആണ് പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചോറുമൊക്കെ വെച്ച് നമുക്ക് തോന്നുന്നത് ഇത് എന്ത് ഇടപാടായത്. നമുക്ക് ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അരോചകമായ എല്ലാ ആളുകൾക്കും ഒരു അരോചകം, എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത. പിന്നെ നമ്മളൊക്കെ ഒരു നമ്മുടെ സിമന്റ്, നമ്മുടെ മാർബിളിനകത്തോ നമ്മുടെ ടൈലിനകത്തോ അല്പം വെള്ളം വീണിട്ട് ഈ വെള്ളം എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെ നിൽക്കുമല്ലോ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും, പിള്ളേരായ നമ്മള് അല്ലെങ്കിൽ പിള്ളേരെന്ത് ചെയ്യും, നമ്മളാണെങ്കിൽ പോലും ചെറുപ്പത്തിലൊക്കെ അതിലൊരു ഇങ്ങനെ തുപ്പൽ തൊട്ടിട്ട് വര കൊണ്ട് എന്ത് ചെയ്യാം, അതേ വെള്ളത്തിലോട്ട് വര വരയ്ക്കും. നമ്മൾ വരയ്ക്കുന്ന വര എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ ഒഴുകി നമ്മോടൊപ്പം സഞ്ചരിക്കും. ഇതാണ് നമ്മള് ലോകത്തിന് വന്നിരുന്നത്. നമ്മൾ പറയുന്ന പോലെ, നമ്മൾ പാടുന്ന പോലെ നമ്മുടെ എല്ലാ കാര്യവും അല്ലേ? ശ്രദ്ധിച്ച് നമ്മുടെ എല്ലാ കാര്യവും പോട്ടെ. ഞാൻ പറഞ്ഞത് പുള്ളിക്കാരത്തി വന്നിരുന്നാൽ ചിലപ്പം 2 കൈ കഴിച്ച് ഭയങ്കര ഡാൻസ്, സൂപ്പർ ഡാൻസ് അവർ ചെയ്യും. ആ ഏത് പാട്ടാണോ ആ പാട്ടനുസരിച്ച് ചോട് വെക്കും. ഇവര് ആരെ ശ്രദ്ധിക്കാറില്ല. കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ലൈഫൊക്കെ അറിഞ്ഞ്, ഇവരുടെ ടെസ്റ്റ് മണി അറിഞ്ഞ്, ഇവര് കോട്ടയം ടൗണിന്റെ പല ഭാഗത്തു നിന്നും പരസ്യവും നടത്തുന്നതും ഒക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരിലുള്ള കൃത്യമായ ആത്മാവ് എന്താണെന്ന്, അല്ലെങ്കിൽ ഇവർക്കുള്ള ഒരു ദർശനം എന്താണെന്ന് ജനത്തിന് മനസ്സിലായി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഒരുപക്ഷെ അവര് ആ ദൈവത്തെ സെൻസ് ചെയ്യുന്നത്, അവർക്ക് മനസ്സിലാകുന്നത്, അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ അവർക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ്, അത് ഒരുപക്ഷെ നമ്മളാരും സെൻസ് ചെയ്യുന്ന പോലെ ആയിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു ഇത്രയും ഉള്ളൂ. ഒരു വ്യക്തിപരമായി ദൈവമായി ഒരു ബന്ധമുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പല നിലയിലായിരിക്കാം. ഇപ്പൊ എങ്ങനെയായിക്കൊള്ളട്ടെ, ഈ ക്രിസ്തുവിൽ എന്ന വാക്ക് പൗലോസ് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്, ഒന്ന് ഒരു ക്രിസ്തു വിശ്വാസിയായി തീരുക, വ്യക്തിപരമായി ഒരു ബന്ധം ദൈവമായി ഉണ്ടാകുവാൻ ഉള്ള അതിന്റെ ഒരു കൃത്യമായ അർത്ഥത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ഫിലോമോന്റെ ലേഖനം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് കടക്കുന്നില്ല. ഈ ഫിലോമോന്റെ ലേഖനത്തിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ ഒരു മോഷ്ടാവിനെ പരിഗണിക്കണമെന്ന ഒരു എഴുത്തുമായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തിക്ക്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരുവനെ അവൻ ദൈവമായിട്ട് ഒന്നാം വ്യക്തിപരമായ ബന്ധമുണ്ടാകും, അവനൊരു സാഹോദര്യ ബന്ധമുണ്ടാകും, അവനൊരു സാമൂഹിക കടപ്പാടും ബന്ധമുണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ ക്രിസ്തു എന്ന് പറയുന്നത് തികച്ചും സ്വയം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന, ആർജവത്തോടു കൂടി പറയാൻ എന്ന് മാത്രം പറയാൻ കഴിയുന്ന ഒന്നായി തീരണം എന്നാണ് പൗലോസ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. നമുക്ക് അവകാശപ്പെടാൻ, എല്ലാത്തിനും നമുക്ക് അവകാശം ഉന്നയിക്കാൻ പറ്റത്തില്ലല്ലോ, എല്ലാ കാര്യങ്ങൾക്കും അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും എന്റേതെന്ന് പറയാൻ നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. എന്നാൽ ഒരുപക്ഷെ നമുക്ക് ഈ ലോകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലോകത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട്, ഈ ഭൂമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് എന്റെ ഭൂമി നമുക്ക് പറയാതിരിക്കാം. പക്ഷേ നമ്മൾ അല്പം കൂടി വൈകാരികമായി ഒരു വ്യക്തിപരമായ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് എന്റെയാണ് എന്ന് നമ്മൾ അവകാശപ്പെടണമെങ്കിൽ അതിന് വില കൊടുക്കും. വില കൊടുത്ത എന്തിനുമാണ്, ഏതെല്ലാം അർത്ഥത്തിലാണോ വില കൊടുത്തിട്ടുള്ളത്, ആ വില കൊടുത്ത ഒന്നിനെ മാത്രമേ നമ്മൾ സ്വന്തം എന്ന് നമ്മൾ പറയാറുള്ളൂ. രണ്ടാമത്, നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളാകാം, വസ്തുതയാകാം, അല്ലെങ്കിൽ
ജീവനാകാൻ എന്തുമായിക്കൊള്ളട്ടെ നമ്മളാൽ ഉദ്ഭുതമായിട്ടുള്ളതിനെയാണ് നമ്മൾ ഈ എന്റെ എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ എന്ന നിലയിൽ എനിക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിപരമായ ബന്ധം ദൈവമായി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക, അത് അങ്ങനെ ഉണ്ടാകാൻ കഴിയുന്ന ഒരു അവസ്ഥ നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, എന്റേതെന്ന് എനിക്ക് പൂർണ്ണമായി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ക്രിസ്തുവും നമ്മൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരണമെന്നാണ് പൗലോസ് തന്റെ ചിന്തയിലൂടെ മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്രിസ്തുവിൽ എന്ന ചിന്തയുടെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിപരമായ ബന്ധം. ഇനി മൂന്നാമത്തത് കൂട്ടായ്മ രീതി, സോളിഡാരിറ്റി സെൻസ് അഥവാ കൂട്ടായ്മ ബന്ധം. ഇനി ശ്രദ്ധിച്ചേ, ഈ റോമാലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം, വാക്കിന്റെ അടുത്ത് വായിക്കണ്ട. കൂട്ടായ്മ ബന്ധം എന്ന് പറയുക സഭയെ എക്ലീഷിയ എന്ന വാക്കാണല്ലോ സഭയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അതിനാണ് വാസ്തവത്തിൽ നമ്മൾ എക്ലീഷിയ അല്ലെങ്കിൽ കൂട്ടായ്മ സഭ എന്നൊക്കെ പറയുക. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതും നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്നതും സഭ എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ ഊറ്റം കൊള്ളുന്നതും ഈ ഭൂമിയിൽ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന നമ്മുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സഭ ഏതാണോ ആ സഭയുടെ പേരിലാണ്, അതാണ് സഭ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരമ്മച്ചി സഭയിൽ കിടന്ന് ഭയങ്കര വഴക്കുണ്ടായപ്പം അമ്മച്ചി ആദ്യം ചെയ്തത് എന്നും അലമ്പ. നമുക്കറിയാമല്ലോ, ഈ പഴയകാലത്ത് ഈ തമ്പേർ അല്ലെങ്കിൽ ഡ്രം, ഈ ഡ്രമ്മിന്റെ ബീറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ താളം അനുസരിച്ചാണല്ലോ സ്പിരിറ്റ് ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. വിമർശിക്കുകയല്ല കേട്ടോ. ഓക്കെ, അപ്പം അമ്മച്ചിയുടെ ഒരു ധാരണ സഭ എന്ന് പറഞ്ഞാൽ തമ്പേറാണ് അല്ലെങ്കിൽ ഡ്രം ആണ്. അമ്മച്ചി എന്ന് ഈ അലമ്പ് കാരണം ഒരു ദിവസം അമ്മച്ചി അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി, അങ്ങ് കലിപ്പ് കയറി അമ്മച്ചി ആ തമ്പേർ അല്ലെങ്കിൽ ഡ്രം അങ്ങ് ചവിട്ടി പൊട്ടിച്ചു. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, ഞാൻ എന്റെ സഭയെ തകർത്തെന്ന് പറഞ്ഞു. ഇനി ആരും വഴക്കുണ്ടാക്കേണ്ട, സഭയൊന്നില്ല, സഭ ഞാൻ തകർത്തിരിക്കുന്നു. അപ്പൊ അമ്മച്ചൊരു ധാരണ എന്നറിയുമ്പോ ഈ തമ്പയറാണ്, അവിടുന്നാണല്ലോ ഈ ഇതിന്റെ അനുസരിച്ചാണല്ലോ ഈ ബീറ്റിന്റെ താളക്രമം അനുസരിച്ചാണല്ലോ അവിടെ ഈ കാര്യപരിപാടികളൊക്കെ ഒന്ന് ഉഷാറാകുന്നത്. അപ്പൊ അമ്മച്ചിയുടെ ധാരണ ഈ തമ്പയറാണ് വാസ്തവത്തിൽ ഈ അത് തല്ലിപ്പൊട്ടി കഴിഞ്ഞ പിന്നെ സഭ അലമ്പും ബഹളമൊന്നും ഇല്ലല്ലോ, അല്ലെ? ഞാൻ പറഞ്ഞ ഇത്രയും ഉള്ളൂ, ലളിതമായിട്ട് പറഞ്ഞ കാര്യം. നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ സഭ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതൊക്കെ ഒരു പ്രസ്ഥാനമാണ്, അതൊക്കെ ഒരു അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാത്രം കണ്ടാൽ മതി, അതൊക്കെ ഒരു പ്രസ്ഥാനമായിട്ട് കണ്ടാൽ മതി. സഭ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ അനുഗമിപ്പീൻ എന്നുള്ള ആഹ്വാനത്താൽ രൂപീകൃതമായ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കാൻ ഒരു കൂട്ടം ആളുകളെ കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ അനുഗമിപ്പീൻ. അതിന് അവിടെ കെട്ടിടത്തിന്റെ കാര്യമോ ഭൗതികമായ എന്തെങ്കിലും അടിസ്ഥാനത്തിലല്ല, മറിച്ച് എന്നോടൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു വലിയ ഭഗീരഥ പ്രയത്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ സുവിശേഷീകരണം എന്ന് പറയുന്ന, രക്ഷ എന്ന് പറയുന്ന ഒരു വലിയ പ്രവർത്തനത്തിന് വേണ്ടി അതിനോടൊപ്പം സജ്ജമാകാൻ, ആ വലിയ കർമ്മത്തിൽ ഒരു പങ്കാളിത്തം വഹിക്കാൻ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകാൻ താല്പര്യമുള്ളവർ ഉണ്ടാവട്ടെ എന്നുള്ള ആഹ്വാനത്തിന്റെ പിൻബലത്തിൽ കൂടിയ ഒരു കൂട്ടം ആളുകളാണ് വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്നത്തെ സഭ, നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഓരോ സഭയുടെയും പ്രവർത്തന ശൈലികളും രീതികളും ഭരണപരമായിരിക്കുന്ന ബഹളങ്ങളും ഇതൊക്കെ ഇന്നത്തെ സഭ ഞാൻ ചിന്തിക്കുന്ന എപ്പോഴും ആൾബഹളങ്ങളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ആൾബഹളങ്ങൾ, ആൾക്കൂട്ടങ്ങൾ, അല്ലേ? ആൾക്കൂട്ടങ്ങൾ. ഓക്കെ, നമ്മുടെയൊക്കെ ഭൗതികമായ കാര്യം നടക്കാൻ നമ്മളൊക്കെ കണ്ടെത്തുന്ന ഒരു പറയുന്നത് ഒരു സങ്കരമായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം, അല്ലെങ്കിൽ കൂടാൻ വേണ്ടി മാത്രം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടമായിട്ട് മാത്രം നമ്മളൊക്കെ സഭയെ കണ്ടാൽ മതി. പക്ഷെ അതിനപ്പുറം ഒരുപാട് വിശാലതയുണ്ട്, അതിനപ്പുറം ഒരുപാട് അർത്ഥവ്യാപ്തിയുണ്ട്, അതിനൊക്കെ അപ്പുറമായി ഒരുപാട് ദർശനമുള്ള, അതിനൊക്കെ അപ്പുറമായി ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിപ്പിച്ച സഭയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളും അവസ്ഥകളും ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ
നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിലോ നേതൃത്വങ്ങളിലോ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായാൽ നമ്മളെ ഒന്നും അത് ബാധിക്കാൻ പാടില്ല. മറിച്ച് അതൊക്കെ പ്രസ്ഥാനങ്ങളാണ്, അതൊക്കെ സാമുദായികമായിരിക്കുന്ന ഒരു ചുറ്റുപാടിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കേവലം ആൾബഹളങ്ങളും ആൾക്കൂട്ടങ്ങളുമാണെന്ന് മാത്രം തിരിച്ചറിഞ്ഞ് ഞാനെന്ന് പറയുന്ന വ്യക്തി ക്രിസ്തു എന്ന് പറയുന്ന സഭയുടെ അംഗമാണെങ്കിൽ ആ പ്രമാണം അനുസരിച്ച് ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുന്ന സഭയുടെ ഭാഗമാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊന്നും നമ്മളെ ബാധിക്കുന്നേയില്ല. നമ്മുടെ എല്ലാം സർട്ടിഫിക്കറ്റ് എഴുതുമല്ലോ, നമുക്കെല്ലാം എസ്എൽസി ബുക്കോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എഴുതുമല്ലോ, ഇന്ന ആള് ക്രിസ്ത്യൻ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ്, അല്ലെ? നമ്മളെല്ലാം അവിടെ IPC KPC ഒന്നുമില്ല, അല്ലെങ്കിൽ ചർച്ചക്കോട് ഒന്നുമില്ല, പെന്തക്കോസ്റ്റ് എന്നെഴുതും, അല്ലെങ്കിൽ യാക്കോബേറ്റ് അല്ലെങ്കിൽ കാത്തോലിക് എന്ന് പറയുന്ന പോലെ ഈ നമ്മുടെ പേരൊക്കെ അവിടെ ഒന്ന് ചേർക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു 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 നടപടിക്രമമായിട്ട് മാത്രമേ ഇന്നത്തെ സഭയെ കാണാവുള്ളൂ. കാരണം ഞാനിത് പറയാൻ കാര്യം, ഇന്നത്തെ സഭയുടെ അവസ്ഥകൾ, ഈ പറയപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെ അവസ്ഥകൾ വളരെ ശോചനീയവും ബൈബിൾ വിരുദ്ധവും ഞാൻ ഒന്നുകൂടെ ഇത് ഇറങ്ങിപ്പായുന്നു. തത്വങ്ങളില്ലാത്ത, കേവലം അതര ചർവണങ്ങളായി മാത്രം സന്ദേശങ്ങൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ പ്രായോഗികതയില്ലാത്ത തത്വങ്ങൾ മാത്രം വിളമ്പുന്ന ഇടങ്ങളായിട്ട് സഭകൾ എന്ന് പറയുന്ന കൂട്ടങ്ങൾ അതപ്പതിക്കുമ്പോൾ, ക്രിസ്തു ഒന്ന് സ്വന്തം ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു കൂട്ടം ആളുകളുടെ സഞ്ചയമാകണം സഭ, അതിന്റെ മെമ്പറാകണം ഞാൻ നിങ്ങളുമൊക്കെ. അതാണ് സഭ എന്ന് പറയുന്നത്. ക്രിസ്തു ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ, ശരീരം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ, സ്വന്തം ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഈ ഭൂമിയിൽ സ്ഥാപിച്ച സഭയുടെ അംഗമായി ആയ വ്യക്തിയാണ് ഞാനെന്നും നിങ്ങളെന്നും ചിന്തിക്കാൻ എന്നും നമുക്ക് കഴിയുമോ, അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന് പോറലേക്കാതിരിക്കുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ പറയാം. അല്ലാതെ നമ്മളൊക്കെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്, അതാണ് സഭയെന്നുള്ള വ്യാജ ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ, ആ പ്രസ്ഥാനത്തിന് ഉണ്ടാകുമ്പോൾ, അവിടെ നിയമപരമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ പ്രായോഗികമായിട്ട് ബൈബിൾ വിരുദ്ധ പ്രവർത്തനം നടക്കുമ്പോൾ, അവിടെ വഴക്കുണ്ടാകുമ്പോൾ, അവിടെ കേസുണ്ടാകുമ്പോൾ, സഭയിലൊക്കെ പാടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഈ പ്രസ്ഥാനമാണെങ്കിൽ, ഒരു പ്രാദേശികമായ ആൾക്കൂട്ടമാണെങ്കിൽ, ഒന്നുകൂടെ പറയാം, സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന എന്തിനും ഏതിനും എന്നും ബുദ്ധിമുട്ടുകൾ നിയമപരമായിട്ടും അല്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഒരിക്കലും സഭയുടെ അംഗമായ എന്നെയും നിങ്ങളെയും ബാധിക്കാൻ പാടില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശരീരമാണ്. ആ ശരീരത്തിന്റെ ഭാഗം ക്രിസ്തുവിൽ എന്ന് നമ്മൾ പറയുന്നെങ്കിൽ, ക്രിസ്തുവിൽ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ എന്ന് എനിക്ക് നിങ്ങൾക്കും ഒക്കെ ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ, ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നമുക്കുണ്ടാകുന്ന ആ ബോധ്യം എന്തിന്റെ അടിസ്ഥാനത്തിലാകണം? ഞാൻ ശരീരത്തിന്റെ ഭാഗമാണ്, ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇടയായിട്ടുണ്ട്. ഈ ഹൃദയം കണ്ട ആരെങ്കിലുണ്ടോ ഇവിടെ? ഹൃദയം കണ്ടോ? മനുഷ്യന്റെ ഹൃദയം ഇതിനകത്തിരിക്കുന്ന ഹൃദയം ആരും കണ്ടിട്ടുണ്ടോ? ആരുമില്ല. ഞാൻ 3 പ്രാവശ്യം ഈ ഓപ്പൺ ഹാർട്ട് സർജറി അടുത്തു പോയി ഇങ്ങനെ ഇന്ന് കണ്ട് ഷൂട്ട് ചെയ്ത ആളാണ്. ഹൃദയത്തിന്റെ ഒക്കെ ഹൃദയം എനിക്ക് ആദ്യം കാണേണ്ടത്, അങ്ങനെ ആ ഡോക്ടർ സാറേ എനിക്ക് ആ ഹൃദയം ഒന്ന് കാണണം, കാരണം നമ്മളെല്ലാം ചിന്തിക്കുന്ന അവിടെയാണല്ലോ കർത്താവിനെ എന്റെ ഹൃദയം കൊടുത്തെന്താ പറയുമ്പോ, അല്ലേ? ആക്ച്വലി ഹൃദയമാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ മനസ്സാണോ കൊടുത്ത, ഹൃദയമാണോ കൊടുത്തത്? അത് വേറെ വിഷയമാണ്, പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ, ഞങ്ങളത് ഒരു റെഫറൻസ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആത്മീയ ടെലിവിഷൻ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബിലീവേഴ്സിന്റെ മെഡിക്കൽ കോളേജിന് വേണ്ടി ഞങ്ങൾ റെഫറൻസ് വീഡിയോ ഉണ്ടാക്കിയപ്പം ഇതിങ്ങനെ തുറന്ന് നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി ആദ്യം മുതൽ അവസാനം വരെ 3 പ്രാവശ്യം ഞാൻ അത് അടുത്തുനിന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ഓരോ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ. ഞാൻ നിങ്ങളുമൊക്കെ അതിലേതൊന്നും ഒരു ഭാഗമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ക്രിസ്തു എന്ന സഭയുടെ ഒരു ഭാഗമായിട്ട് കൃത്യമായി ഞാൻ ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഇന്നത്തെ പ്രസ്ഥാനത്തിന്റെ ഭാഗം അത് ഭൗതികമായി ഏതെങ്കിലുമൊക്കെ 2 കാര്യമാണല്ലോ. നമുക്ക് കുഴിച്ചിടണം, മരിച്ചാൽ കുഴിച്ചിടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മക്കളുടെ വിവാഹം നടക്കണം, മറ്റ് അടിയന്തരങ്ങൾ നടക്കണം. അതിനു വേണ്ടിയാണ് അടിയന്തരങ്ങൾ, അല്ലേ? പോട്ടെ, ഞാൻ അതിനൊന്നും വിമർശിക്കുന്നില്ല. ഇതിനു വേണ്ടിയൊക്കെയാണ് ഈ സംഗതി നമുക്ക് ആവശ്യമുള്ളത്, അല്ലാത്ത ഒരു കാര്യത്തിലും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾക്ക്, ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട സ്ഥാവര ജംഗമ
വസ്തുക്കളുള്ള ഈ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദൈവസഭയ്ക്കുണ്ടാകുന്ന അപമാനമാണെന്നോ, ദൈവസഭ നശിച്ചു പോയെന്നോ, അത് പോറലേറ്റെന്നോ മങ്ങലേറ്റെന്നോ ചിന്തിക്കരുത്. കാരണം ഇതൊക്കെ പ്രസ്ഥാനത്തിന്, മറിച്ച് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ദൈവത്തിന്റെ ശരീരത്തിന്റെ എന്തെങ്കിലും പോറൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിന് കാരണം ഞാനും നിങ്ങളും തന്നെയാകും. അതുകൊണ്ട് അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ. അപ്പം മൂന്നാമത്തെ ക്രിസ്തുവിൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ആ പദം വാസ്തവത്തിൽ ശരീരം എന്ന നിലയിലാണ്. ഇനി മറ്റൊരു കാര്യം, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഇൻ ക്രൈസ്റ്റ് എന്ന പദം, ക്രിസ്തുവിൽ ഒന്ന് എന്ന പദം ഉപയോഗിക്കാൻ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ പദം ക്രിസ്തുവിൽ എന്ന പദം ശ്രദ്ധിച്ച പ്രിയമുള്ളവരെയും, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാം നിന്റെ അല്ലേ എന്റേത്, എന്റെ അല്ലേ എന്റേതും എന്ന ഒരു ആപ്തവാക്യം നമ്മൾ മുഴക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ്. നിന്റെ എല്ലാം എന്റേതും, എന്റെ എല്ലാം എന്റേതും, നിന്റെ അമ്മ എന്റെ അമ്മ, എന്റെ അമ്മ നിന്റെ അമ്മ, എന്റെ മകൾ നിന്റെ മകൾ, എന്റെ സഹോദരി നിന്റെ സഹോദരി, എന്റെ സഹോദരി, എന്റെ അച്ഛൻ നിന്റെ അച്ഛൻ, നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ, എന്റെ ഭാര്യ നിന്റെ ഭാര്യ എന്റെ ഭാര്യ, എന്റെ ഭാര്യ അതെന്റെ ഭാര്യ. മനസ്സിലായില്ല? എല്ലാം കറക്റ്റാ, പക്ഷെ നിന്റെ അല്ല എന്റേത്, എന്റെ അല്ല എന്റേത്. മനസ്സിലായോ? നമ്മളൊക്കെ ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള വളരെ വളരെ ആപ്തവാക്യങ്ങൾ ഉറച്ച് ഉച്ചൈശ്വരം വിളിച്ചു പറയുമ്പോൾ തന്നെ ഒന്ന് എന്നുള്ള, നാം എല്ലാം ഒന്നാണ് എന്നുള്ള കൃത്യമായ ബോധ്യങ്ങൾ നമുക്കെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യതിരക്തത, വ്യത്യാസം എന്ന് നമ്മൾ തിരിച്ചറിയുക. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. പണ്ട് കാലത്ത്, ഇന്നും പല സഭകളും തിരുവത്താഴം എടുക്കുന്ന എന്ന ശുശ്രൂഷ കർത്താവ് ചെയ്തതുപോലെ പാദം കഴുകി ശുശ്രൂഷ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഞങ്ങളുടെ സെമിനാരികളിൽ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സെമിനാരിയില് ഗ്രാജുവേഷന് മുമ്പ് തലേ ദിവസം, 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസം ബാക്കുലറൈറ്റ് ഡേ എന്ന് പറഞ്ഞിരുന്നു. ബാക്കുലറൈറ്റ് ഡേ, ഇതിനർത്ഥം പാദം കഴുകി ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളെയും നിരത്തിയിരുത്തിയിട്ട് അധ്യാപകർ, പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ പാദം കഴുകി അവരെ തുടച്ച് അവരെ ചേർത്ത് പിടിച്ച് ചുംബിച്ച് ശുശ്രൂഷയിൽ കൈ നടത്തി അതിനുശേഷമാണ് തിരുവത്താഴം നടത്തുന്നത്. പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ആണുങ്ങൾ പെണ്ണും നിരത്തിയിരുത്തിയിട്ട് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഭാഗം ലേഡീസ് ടീച്ചേഴ്സ് ഉണ്ട്, അവരത് ചെയ്യും. ആൺകുട്ടികളുടെ ഭാഗം ജെൻസ് ആയ ടീച്ചേഴ്സ് ഉണ്ട്, അവരത് ചെയ്യും. അതിനുശേഷം കാല് കഴുകി തുടച്ച് അവരെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്ത ശേഷമാണ് തിരുവത്താഴം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് ബാക്കുലറൈറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ ദിവസമാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ സജ്ജമാക്കുന്നതിന്റെ പിറ്റേ ദിവസം അവരെ ഗ്രാജുവേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കൊടുത്ത് അവരെ പറഞ്ഞു വിടുക വയലിലേക്ക്. അതിന് മുമ്പുള്ള ഒരു കാര്യപരിപാടി, ഒരു ശുശ്രൂഷയാണ് ഞാൻ പറഞ്ഞത്. വാസ്തവത്തിൽ അങ്ങനെ ചെയ്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അന്ന് സകലതും സകല വസ്തുപതകളും അപ്പോസ്തലിക കാലം പിന്തുടർച്ചപ്പോൾ ചെയ്തു വന്ന ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. പെന്തക്കോസ്ത് തനിമ നഷ്ടപ്പെട്ടു പോകാതെ. അപ്പോൾ ഇന്നത്തെ വളരെ കൃത്യമായി അപ്പം അവര് തന്നെ, പാസ്റ്റർ തന്നെ മുറിച്ച്, ഇപ്പം കോവിഡ് വന്നുകൊണ്ട് ശുശ്രൂഷ ഞങ്ങളുടെ സഭയിലൊക്കെ മാസ്ക് വെച്ചും ഗ്ലൗസും ഒക്കെ ഇട്ട് ഇതെല്ലാം മുറിച്ച് എല്ലാം വെച്ചും പിന്നെ കൃത്യമായിട്ട് അളവ് ഒട്ടും തെറ്റാത്ത നിലയിൽ അവർക്ക് ഉപയോഗിക്കത്തക്ക നിലയിൽ കപ്പിനകത്തൊക്കെ ആയതുകൊണ്ട് ഒരു വിഷണവും ഇല്ല, അല്ലേ? അല്ല ഇപ്പറേ പുള്ളി കുടിച്ചിട്ട് അപ്പറേ എന്ത് ചെയ്യാം? പോട്ടെ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഒരു അപ്പത്തിന്റെ അംശികൾ എന്ന ഒരു ആശയം ക്രിസ്തുവിൽ എന്ന ആശയം മുൻപോട്ട് വെക്കുമ്പോൾ ആ ആശയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് പൗലോസ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ? ഈ ബന്ധത്തെ, കൂട്ടായ്മ ബന്ധത്തെ ഒന്നുകൂടി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ മൂന്നാമത്തത്, ക്രിസ്തു വന്ന ശരീരത്തിന്റെ കൂട്ടായ്മ, ആ കൂട്ടായ്മയെ സജ്ജമാക്കാൻ വേണ്ടി പൗലോസ് ഈ പദം ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് സെക്യൂരിയോളജിക്കൽ സെൻസ് അഥവാ രക്ഷണ്യ രീതിയിൽ സെക്യൂരിയോളജിക്കൽ സെൻസ് പൗലോസ് ഈ പദം ഉപയോഗിക്കുന്നു. അപ്പം 2 കൊരിന്ത്യർ 5:17, 1 കൊരിന്ത്യർ 1:30,
1 കൊരിന്ത്യർ 1:30, 4:15, 4:15, ഫിലിപ്പിയ ലേഖനം 1:1, ഫിലിപ്പിയ ലേഖനം 1:1. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 3 പദം പറഞ്ഞിരുന്നു. ഒന്ന്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, അഗാരസോ, എക്സാഗരസോ, ലൂട്രോ എന്ന പദം. രക്ഷയെ സംബന്ധിച്ച് ഒരു അടിമച്ചന്തയിൽ, മുൻകാലങ്ങളിൽ അടിമച്ചന്തയിൽ ഒരു അടിമയെ ഒരു ഉടമയ്ക്ക് വാങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു യഹൂദ കുടുംബത്തിൽ ഒരു കഴുതയെ നിർത്തണമെങ്കിൽ പകരമായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ യാഗം കൊടുക്കണമായിരുന്നു, കരുതണമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ അടിമച്ചന്തയിൽ നിന്നും ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങി സൂക്ഷിക്കുവാൻ വേണ്ടി ഉള്ള ആ കാര്യപരിപാടിക്ക് 3 തലങ്ങൾ. ഒന്ന്, അഗാരസോ എന്ന് പറഞ്ഞാൽ പെയ്ഡ് ദ പ്രൈസ്, അടിമയുടെ വില നിശ്ചയിക്കുന്നു, ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര പണം, ഇതാണ് അടിമയുടെ വില എന്ന് പറഞ്ഞ് വില നിശ്ചയിക്കുന്നു. അതിനുശേഷം പെയ്ഡ് ദ പ്രൈസ്, അവനെ വില കൊടുക്കുന്നു. ബ്രിങ് ഹിം ഔട്ട്, എക്സാഗരസോ, എവിടെ? അടിമച്ചന്തയിൽ, ഫ്രം ദ സ്ലേവറി മാർക്കറ്റ്, ഫ്രം ദ സ്ലേവറി മാർക്കറ്റ്, മാർക്കറ്റിൽ നിന്നും അടിമച്ചന്തയിൽ നിന്നും പണം കൊടുത്ത് അവനെ പുറത്തു കൊണ്ടുവരുന്നു. 3, ലൂട്രോ എന്ന പദം ഉപയോഗിക്കുന്നത് സെറ്റ് ഹിം ഫ്രീ, അവനെ സ്വാതന്ത്ര്യമായി വിട്ടയക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ രക്ഷയുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചേ, ഈ രക്ഷണ്യ സെക്യൂറിയോളജിക്കൽ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കർമ്മമാണ്, ഒരു വലിയ പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളോടും കർമ്മങ്ങളോടും ആചാരങ്ങളോടും ജീവിതചര്യയോടും ഒരു ചിന്ത, നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത, നമുക്കുണ്ടാകുന്ന ഒരു അറിവ്, ശരി എന്ന നിലയിൽ നാം നമ്മോട് തന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റുവാങ്ങുന്നു. അതാണ് വാസ്തവത്തിൽ രക്ഷ എന്ന് പറഞ്ഞത്. ഒന്നുകൂടി ലളിതമായിട്ട് ഞാൻ പറഞ്ഞാൽ, ഞാൻ ഇതുവരെ ചെയ്തു വന്ന എല്ലാ നയങ്ങളോടും കർമ്മങ്ങളോടും അത് ശരിയല്ല എന്നും എനിക്ക് ബോധ്യപ്പെടുത്തപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു ശരിയെ ഞാൻ കണ്ടെത്തി, അതാണ് ശരിയെന്ന് എനിക്ക് എന്നോട് തന്നെ പറഞ്ഞ് എന്നെ സമ്മതിപ്പിച്ചത് കൊണ്ട്, എന്നോട് ഞാൻ പറയാം, ഈ അതാണ് ശരിയെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും സമ്മതിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ബുദ്ധിപരമായി, തത്വപരമായി, ചിന്താപരമായി, ആശയപരമായി നമുക്ക് നിസ്സാര കാര്യമുണ്ടോ ഒരു രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം വലിച്ചെറിഞ്ഞിട്ട് ഇതുവരെ കാണാത്ത, ഒന്നുമില്ലാത്ത ശൂന്യമെന്ന് പറയുന്ന ശൂന്യതയിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി എന്തെങ്കിലുമൊക്കെ കണ്ട് കാണാനില്ലാതെ, മറിച്ച് വിശ്വാസം എന്ന് പറയുന്ന ഒരു വലിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യക്ഷമായി ഉണ്ടായിരുന്ന എല്ലാത്തിനെയും നമ്മൾ തൃണവൽഗണിച്ച് അതിനെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ഇതിന്റെ പിന്നാലെ സഞ്ചരിക്കാനുള്ള ആർജവം കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്റേതം കാണിക്കുക. അതാണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. എന്റെ ക്രിസ്തുവിന്റെ പിന്നാലെ, ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് നമ്മൾ, അതിനാണ് ശരി. അതുമൂലം ഉണ്ടായ രക്ഷ, ഞാൻ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വകയായി തീർന്നു എന്നുള്ള ഒരു അറിവ്. ചുരുക്കം പറഞ്ഞതൊക്കെ വലിയൊരു ഒരു പ്രവൃത്തിയാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു അത്ര ലാഘവത്തോടു കൂടിയല്ല. പ്രാസംഗികൻ വിളിച്ചു ചോദിക്കുന്നു, ആരുണ്ട് ആരുണ്ട് ആരുണ്ട്, ലേലം വിളി പോലെ ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനം വിളിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ കാടുമായിട്ട് ആൾക്കാർ നിൽക്കുക. എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നു? ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കാട് തരാം, ഇവിടെ നിന്ന് എഴുതിക്കൂ, അല്ലേ? പിന്നെ പ്രാർത്ഥന ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ്. ഇപ്പം പിള്ളേരെല്ലാം QR കോഡുമായിട്ട് നിൽക്കും. ഞങ്ങളവിടെയൊക്കെ ആണെങ്കിൽ യോഗ നടത്തിയ ശേഷം എന്ത് ചെയ്യാം? QR കോഡാണ്. അത് അവിടെ ഇവിടെ എല്ലാം ഒട്ടിച്ചിരിക്കുക. സ്വതനാഴ്ച ഇടുന്ന ആളുകൾ അതിടാം നോർമലി. ഇനി ആൾക്കിന്റെ സംഭാവനകളുടെ എന്ത് തരാൻ
എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ, ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, നിങ്ങളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യാം, QR കോഡ് എന്ത് ചെയ്യാം. നിസ്സാരമല്ലേ? നോക്കിയേ, ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുന്ന ഒരവസ്ഥ എന്നാലോചിച്ച് നോക്കി, ഒരു കാര്യം ചിന്തിച്ചു നോക്കി. അതിനൊക്കെ എത്ര നിസ്സാരവൽക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോയി എന്നുള്ളതാണ്. ഇന്ന് ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കാം, ഇന്ന് ബയോളജിക്കൽ ഗ്രോത്ത് നമ്മുടെ സഭകൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സഭയിലെ പയ്യൻ അവൻ 32 വയസ്സ് വരെ നിന്ന് അവസാനം ഒരു ജോലി കിട്ടി, അവൻ പെണ്ണ് കെട്ടി, അവൻ വീട്ടിലേക്ക് ഒരു പെങ്കൊച്ചിനെ എന്ത് ചെയ്യാൻ, നല്ല സാക്ഷിയുള്ള പെങ്കൊച്ചിനെ കൊണ്ടുവന്നു, സഭയെ കൊണ്ട് സാക്ഷ്യം പറഞ്ഞു, പിന്നെ സ്കൂൾ വിദ്യാർത്ഥിയായി, അല്ല അധ്യാപികയായി, അങ്ങനെ അവരെ മുൻപോട്ട് പോകുന്നു, അവരുടെ കുടുംബജീവിതം ധന്യമാകുന്നു, അവർക്ക് മക്കളുണ്ടാകുന്നു. അങ്ങനെ എന്ത് ചെയ്തു, സഭയിൽ അങ്ങനെ 2ഉം 3ഉം 4ഉം അംഗങ്ങൾ കൂടി വരുന്നു. അങ്ങനെ സഭയിലെ ആമ്പിള്ളാരെല്ലാം കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് അല്ലാതെ പിന്നെ മുട്ടുവേദന മാറിയും, പിന്നെ മുഴ വന്നു മാറിയും, പിന്നെ ഏതെങ്കിലും രോഗസൗഖ്യത്തിന്റെ കൂടി, ഇതൊന്നും ഞാൻ വിമർശിക്കല്ല കേട്ടോ, തെറ്റേത് പറയല്ല, പൊതുവെ കാര്യം പറയും. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ചാരിസാധ്യത്തിന്റെ കൂടി എത്തിപ്പെടുന്ന ആളുകളുടെ, അല്ലെങ്കിൽ അങ്ങേ സഭയിൽ അത്ര ശരിയല്ല, പാസ്റ്റർ പ്രസംഗം അത്ര ശരിയല്ല, അത് എനിക്കിട്ട് തന്നെ സ്ഥിരം വെക്കുന്നത്, എനിക്കിട്ട് തന്നെ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ വന്നവരും തന്നെയല്ല. ഞാനെന്ന് ഉപദേശിച്ചു ഈ പോക്കത്ര ശരിയല്ല എന്ന് പാസ്റ്റർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ ഇവിടെ മാറി ഇവിടെ വന്നവരുമൊക്കെ കൂടി ഒരു വലിയ സഭയിൽ വലിയ ജനക്കൂട്ടം. അതാണ് വാസ്തവത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ സഭയുടെ അവസ്ഥ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ സഭയിലേക്ക് എത്ര പേരുണ്ട് രക്ഷിക്കപ്പെട്ട് വാസ്തവത്തിൽ അംഗങ്ങളായ ആളുകൾ? സുവിശേഷം പറഞ്ഞ് അറിഞ്ഞ് വായിച്ച് കേട്ട് രക്ഷിക്കപ്പെട്ട് വന്ന ആളുകളുടെ കണക്ക് എത്രയുണ്ടെന്ന് നിങ്ങളുടെ സഭയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. മരിച്ചുപോയ പാസ്റ്റർ KM ജോസഫ്, നിങ്ങൾക്ക് പക്ഷെ അറിയാം, ഉണ്ണിച്ചാൻ എന്ന് പറയുന്ന IPCയുടെ മുൻ ദേശീയ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, എന്ന പാസ്റ്റർ, അധ്യാപകൻ. ഒരുപക്ഷെ അപ്പച്ചന്റെ പുസ്തകം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. മർച്ചന്റ് നേവിയിലെ കാര്യമൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന അപ്പച്ചൻ നിങ്ങൾക്കറിയാമല്ലോ, പാസ്റ്റർ KM ജോസഫ്. ഞങ്ങളുടെ ആ സഭയിലെ ഞങ്ങളൊക്കെ മെമ്പർഷിപ്പ്, ഞാൻ സൺഡേ സ്കൂളിൽ 15 വർഷത്തോളം പഠിച്ചത് പാസ്റ്റർ PA ഫിലിപ്പിന്റെ സഭയിലാണ്. അന്ന് അദ്ദേഹത്തിന്റെ അന്ന് അദ്ദേഹവും ആ സഭയിലെ മെമ്പറും അല്ലെങ്കിൽ ശുശ്രൂഷനൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഫിലഡൽഫിയ സഭയിലെ ശുശ്രൂഷനായിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഭയുടെ ഒരു പുതിയ ആ കെട്ടിടത്തിൽ ഒരു പുതിയ ആരാധന ഞങ്ങളുടെ ബാൽക്കണിയിലേക്ക്, മുകളിലേക്ക്, അപ്സ്റ്റൈറിലേക്ക് സഭ മാറിയപ്പം താഴെ വേറെ സ്ഥലം വാങ്ങിച്ചപ്പോൾ താഴെ ഞങ്ങൾ ബാങ്കിന് കൊടുത്തു. അതിന് ശേഷം അതിന്റെ താൽക്കാലിക സമർപ്പണത്തിന് വേണ്ടി കർത്താവദാസൻ വന്നപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, 10 വർഷമായിട്ട് സഭയിൽ കൂടുന്ന കാരണം 10 വർഷം. അപ്പൊ കുറെ പിന്നെ 9, 8 ഇങ്ങനെ പറഞ്ഞു വന്നു. കഴിഞ്ഞ 1 വർഷമായി പുതിയതായി രക്ഷിക്കപ്പെട്ട്, മറ്റേ സഭയിൽ നിന്ന് വന്നതല്ല, രക്ഷിക്കപ്പെട്ട് വന്നവർ എത്ര പേരുണ്ടെന്ന് കഴിഞ്ഞ 2 വർഷമായി 3 വർഷമായി ഉടനെ കൈവെക്കാൻ പറഞ്ഞത് ഒരു കുഞ്ഞു പോയില്ല. ഞങ്ങളുടെ സഭ ഭയങ്കര ഒരു സഭയാണ്, വലിയ ഭയങ്കര സഭയാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞ വാക്കിൽ ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെട്ട് വന്ന എത്ര പേരുണ്ട്? അപ്പൊ എന്നാ അതിന്റെ കാര്യം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ നമ്മളൊക്കെ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ തന്നെ, ഈ സുവിശേഷം നന്നായി പറയുമ്പോൾ തന്നെ നന്നായി ആളുകളെ ഗ്രഹിപ്പിച്ച് വേണം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. ഏതെങ്കിലും ഞങ്ങളുടെ സഭയോട് ഒന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, സൗഖ്യമാകുന്നുണ്ടോ, അല്ല കൃപയുള്ള ആളാ നിങ്ങളുടെ പാസ്റ്റർ, ഒന്ന് പ്രാർത്ഥിക്കും, ഒന്ന് ഓർത്തിട്ട് കൂട്ടാൻ, അങ്ങനെ വിളിക്കണ്ട. അങ്ങനെയല്ല പറയേണ്ടത് സുവിശേഷം. നമ്മുടെ അപ്പച്ചത്തെ കാര്യം എന്താ, കൃത്യമായി അവരെ പറഞ്ഞ് ബുദ്ധിപ്പെടുത്തണം. എന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്റെ കർത്താവ് കാൽവറിയിൽ മരിച്ചതുപോലെ തന്നെ താങ്കളുടെയും അങ്ങയുടെയും താങ്കളുടെയും ഒക്കെ ബഹുമാനാർത്ഥം, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെ സംസാരിക്കണം. അംഗതാപത്തിന്റെ പരിഹാരമായിട്ടും കർത്താവ് മരിച്ചു എന്നുള്ള കാര്യമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നതൊക്കെ പറഞ്ഞ് സുവിശേഷം പറഞ്ഞ ആളെ കൊണ്ടുവരണം. അപ്പൊ വാസ്തവത്തിൽ ഈ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുവാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഒപ്പം തന്നെ ക്രിസ്തു മുഖാന്തരം ഉണ്ടായ ആഴമേറിയ രൂപാന്തര അനുഭവമാണ് വാസ്തവത്തിൽ ഇൻ ക്രൈസ്റ്റ് എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഇനി 5-ാമത്തെ കാര്യം കണ്ടിന്യൂറ്റി സെൻസ് എന്ന് പറഞ്ഞാൽ തുടർമാനമായ രീതി. പെട്ടെന്ന് നിർത്താം. തുടർമാനമായ രീതി, കണ്ടിന്യൂറ്റി സെൻസ്. ഗലാത്യലേഖനം 2:20. ഗലാത്യർ 2:20. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നു,
പ്രസവിച്ച് അവര് നേഴ്സുമാർ അതിനെ പ്രസവം എടുത്തു, കുഞ്ഞിനെ വൃത്തിയാക്കി നമ്മുടെ കയ്യിലേക്ക് എന്ത് ചെയ്യാം, കുഞ്ഞിനെ കൊണ്ടുവന്ന് തരുന്നു. വൈദ്യശാസ്ത്രം പറയാണ് കുഞ്ഞു ജീവിച്ചോളും, പക്ഷെ ഈ ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച മാത്രം ശ്വാസം വലിച്ചാൽ മതി എന്ന് നമ്മൾ ആരെങ്കിലും പറയുക, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറയുകയാണെങ്കിൽ കുഞ്ഞ് പിന്നെ ജീവിച്ചിരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ജീവിക്കുന്നതിന് തെളിവെന്തുവാ? ഉച്ഛ്വാസങ്ങൾക്കിടയിൽ ദൈവം സന്നിവേശിപ്പിച്ച ഏറ്റവും പ്രബലമായ ഉദാത്തമായ മൂല്യമുള്ള ഒന്നാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. നിശ്വസിക്കുക, ഉച്ഛ്വസിക്കുക, നമ്മൾ ശ്വാസം വലിക്കാൻ ഇഴക്കി വിടുക. ഇതില്ല എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ പേര് മാറും, എല്ലാം മാറും. നമ്മൾ പറയാ ഒരു ദിവസം ഞാൻ ഇന്ന് മാത്രമേ ശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാലോ, നിങ്ങൾക്കറിയാമോ ഈ ശ്വാസത്തിന്റെ വില നിങ്ങൾക്കറിയാമോ? അതറിയണമെങ്കിൽ ശ്വാസം മുട്ടൽ വരണം, അല്ലേ? കോവിഡ് വന്നപ്പം 10 ദിവസം കൊണ്ട് 14 സിലിണ്ടർ, വലിയ കുറ്റിയില്ലേ, നിങ്ങളില്ലേ വലിയ പാണ്ഡവരേക്ക് ഉണ്ടെന്ന് കുറ്റി, ആ 14 സിലിണ്ടർ വച്ച് തീർത്ത വ്യക്തിയാണ്. 10 ദിവസം കൊണ്ട് 14 സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഊരാൻ എനിക്ക് പറ്റുന്നില്ല. ഊരിക്കഴിഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യാം, ഭരണവപ്പളാണ്. കോവിഡ് വന്ന ആ സമയത്ത് ഞാൻ കുളി കഴിഞ്ഞ് ഒരു 4 മണിക്ക്, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കോവിഡ്, കുളി കഴിഞ്ഞ് ഞാനൊന്ന് തുവർത്തിന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തോർത്തി കഴിഞ്ഞ് ശ്വാസം വലിക്കാൻ കഴിയാതെ 2 കൈ പുറകോട്ട് വലിച്ച് അല്പം ശ്വാസത്തിന് വേണ്ടി ഞാനിങ്ങനെ നിന്നിട്ട് മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. വെപ്പാറെന്ന് നടത്തി. പിന്നെ കുറച്ച് മുമ്പ് ശ്വാസം കിട്ടും, പിന്നെയും വലിക്കും. 7:30 ആയപ്പോഴാണ് ഒരു ഓട്ടോക്കാരൻ വന്ന് എന്നെ കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞ് വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ് ഇവിടെ കിടന്ന് കത്തോട്ടെ. വെന്റിലേറ്ററിൽ കൊണ്ടുപോയി 10ാം ദിവസം എൻ്റെ അപ്പനെ ഗോളിയെ കൊണ്ട് ഞങ്ങൾ കത്തിക്കുകയായിരുന്നു. ഇവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവര് അവിടെ കിടന്ന് 10 ദിവസം കൊണ്ട് 14 സിലിണ്ടർ വച്ച് തീർത്തു. ശരിക്കും ശ്വാസത്തിന്റെയൊക്കെ ഒരു വില നമ്മൾ തിരിച്ചറിയുന്ന അന്നേരം. മനസ്സിലായോ? ഞാൻ തീരുമാനിക്കുക, ഞാൻ ഇന്ന് മാത്രമേ വലിക്കുന്നോടെന്ന് തീരുമാനിച്ചാൽ നമ്മൾ നാളെ ജീവിക്കൂ. എന്നെ പറഞ്ഞറിയാമോ സംഭവം അറിയാമോ? ഈ രക്ഷിക്കപ്പെടുക, ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തുടർമാന പ്രക്രിയയില്ല, എല്ലാ ദിവസവും ആണെന്നാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട അന്ന് മാത്രം ഭയങ്കര ആത്മാവും ഭയങ്കര പരിപാടിയല്ല, ഇതൊരു ജീവിതത്തെ അവസാനം വരെ വേണം. മനസ്സിലായോ? നമുക്ക് ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ആയുസിന്റെ അവസാനം വരെ. ഞാനെനിക്ക് ലൈവായിട്ട് മരണം കണ്ടേ വേണം. എന്റെ അടുത്ത് കിടന്ന് കോവിഡ് എന്ന സാക്ഷ്യം പറഞ്ഞുണ്ട്. അടുത്ത് കിടന്നിട്ട് ആള് കോവിഡ് ഒന്ന് മരിക്കുന്നത് ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ട് കിടന്ന ആള്, തൊട്ടടുത്ത് കിടന്ന ആള് മരിക്കുന്നു, അപ്പുറം മരിക്കുന്നത്. ഞാൻ അന്നേരം ഒരു ഫോട്ടോ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഡിസൈൻ ചെയ്തിട്ട് അളിയുണ്ട്, അവന് അയച്ചു കൊടുത്തു. അത് നാട്ടിൽ ആവശ്യം വരും, ഞാനും തീരും. കാരണം 65 വരെ 62, 65 ഉള്ളൂ സാച്ചുറേഷൻ. ഞാൻ ലൈവായിട്ട് കണ്ടതാണ്. അവസാനം ഞങ്ങളുടെ അടുത്തൊരു പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ചർച്ചയ്ക്ക് കൊടുത്തൊരു അച്ഛൻ മരിക്കുന്ന അച്ഛനെ പാസ്വേഡ് കൊടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ജീവൻ പോകുന്ന ലൈവായിട്ട് കണ്ടു. അവസാനം ഈ കൈയുടെ എല്ലാം ഇങ്ങനെ നിലച്ച് വെച്ച് വന്ന് അവസാനം ഈ കൈയുടെ അറ്റം ഇങ്ങനെ, ഈ കൈയുടെ അത്ര ഭാഗം മാത്രം ഇങ്ങനെ അനങ്ങി അത് തീർന്ന് ജീവനും പാസ് ചെയ്ത് ലോകത്തിന് മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ആ ജീവൻ നഷ്ടപ്പെടുന്ന വരെ ജീവൻ എന്ന് പറയുന്ന ഒന്ന് നമ്മളിൽ സജീവമാകണമെങ്കിൽ നമ്മളിത് നടന്നുകൊണ്ടേയിരിക്കണം. ഈ ശ്വാസോച്ഛ്വാസം, അല്ലേ? എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഒരുവനായാൽ ഇതൊരു തുടർമാന പ്രക്രിയ എല്ലാ ദിവസവും വേണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം. മനസ്സിലായോ? അങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക ആ ഭാഗം. ഇനി ശ്രദ്ധിച്ച്, സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് 2 കാര്യം കൊണ്ട് പറഞ്ഞ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി സിംബോളിക് സെൻസ്, ഇതൊരു പ്രതീകാത്മകമായ രീതിയാണ്. സിംബോളിക് സെൻസ് ഞാൻ നോട്ട് തരാം നാളെ രാവിലെ, എന്നാൽ നിങ്ങൾ എഴുതിക്കൊള്ളുക. പ്രതീകാത്മകമായ രീതിയാണ്. പ്രതീകാത്മകമായ രീതി. റോമാലേഖനം 6:11. യെശയ്യാവ് 53. better known by his നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചില കാര്യങ്ങൾ സിംബോളിക്കായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന പദം, ക്രിസ്തുവിൽ എന്ന് പറയുന്ന പദം വാസ്തവത്തിൽ ഒരു സത്യത്തെ അവതരിപ്പിക്കുവാൻ വേണ്ടി അതിന് പകരമായിട്ട് പരിചയപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമായിട്ട് പൗലോസ് പറയുന്നു.
നമ്മൾ റോമാലേഖനം 6:11 ഇങ്ങനെ ആ വാക്യം വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ശ്രദ്ധിക്കുക ആ പദത്തിന്റെ പ്രയോഗം. ഒന്നാം മരിച്ചവരായിട്ടും പിന്നെ ജീവിക്കുന്നവരായിട്ട് എണ്ണണം. മരിക്കുന്നവരെങ്ങനെയാ ജീവിക്കുക? ജീവിക്കുന്നവരെങ്ങനെയാ മരിച്ചവരായി എണ്ണാൻ കഴിയുക? ഞാൻ മരിച്ചു എന്ന്, ഞാൻ ക്രിസ്തുവിനോടൊപ്പം അഥവാ അവണം പാപം സംബന്ധിച്ച് ഞാൻ മരിച്ചു എന്ന ക്രിസ്തുവിൽ ആയ ഒരു വ്യക്തി, ഞാൻ മരിച്ച വ്യക്തിയാണ്. ഇനി എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് എന്ത് ചെയ്യണം? ചിന്തിക്കാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം നമുക്കുണ്ടാകും. മനസ്സിലായോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ മരിച്ചവനായിരുന്നു എന്നൊരു തിരിച്ചറിവ്. എങ്ങനെ? പാപം സംബന്ധിച്ച്. പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ? ക്രിസ്തുവിൽ. ജീവൻ ക്രിസ്തുവിൽ. അപ്പം ഒരു പ്രതീകാത്മകമായ രീതിയിൽ കൃത്യമായി പൗലോസ് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അതിന് ഈ പദം ഉപയോഗിക്കുന്നു. ഇനി അവസാനത്തെ കാര്യം, 7ാമത്തെ കാര്യമാണ് സെക്യൂരിറ്റി സെൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സുരക്ഷിത രീതി, സുരക്ഷിതത്വം. റോമാലേഖനം 8:1, ഫിലിപ്പിയർ 3:14. റോമർ 8:1, ഫിലിപ്പിയർ 3:14. റോമർ 8:1 വാക്യം തന്നെയാണ്, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. 3:14 ഫിലിപ്പിയർ ലേഖനം. അതുപോലെ നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ക്രിസ്തുവിലാകുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ ഗ്യാരണ്ടിയും വാറണ്ടിയും ഇല്ലാത്ത ഒരു സാധനവും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലില്ല. 2x2 തുണി 70% ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് വാങ്ങിക്കുന്ന ഒരു തുണി നമ്മൾ ലൈറ്റ് വെട്ടത്ത് കൊണ്ടുപോയി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5 പ്രാവശ്യം തിരിച്ചും മറിച്ചും നോക്കും, അല്ലേ? അവിടെ ഓൾറെഡി നല്ല ലൈറ്റ് ഉണ്ട്, ഒരു വാം ലൈറ്റ് ലൈറ്റ് കാണും. അതിന്റെ നോക്കിയിട്ട് എന്താ 70% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ എന്ത് ചെയ്യാം? വീണ്ടും നമ്മൾ അത് ഒന്നുകൂടി ഉറപ്പ് വരുത്തും. പിന്നെ അടുത്തത്, പിന്നെ നമ്മൾ ആ തുണി വാങ്ങിച്ചിട്ട് എന്തുമാത്രം ചോദ്യങ്ങൾ ആ പെൺകുട്ടിയോട് ചോദിക്കും, അല്ലെങ്കിൽ സെയിൽസുകാരോട് ചോദിക്കും, അല്ലെങ്കിൽ സെയിൽസ്മാനോട് ചോദിക്കും. നമുക്കാകെ ചെലവായത് 18 രൂപ 35 പൈസയേ ഉള്ളൂ. പക്ഷേ ആ മൊത്തം ഒരു പീസിന് നമ്മൾ എന്തെല്ലാം ചോദിക്കുന്നു, അല്ലേ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? എത്രയുണ്ട് വാറന്റി എന്ന് പറഞ്ഞിരിക്കും, പറ പോവോ, അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ്. ഇട്ടാ പൊട്ടുന്ന ചട്ടി 8 അണയ്ക്ക് വാങ്ങിച്ചിട്ട് 8 പ്രാവശ്യം കൊട്ടി നോക്കുന്ന കുട്ടന്മാരും കുട്ടികളും നമ്മള്. ചട്ടി താഴോട്ട് പോയാൽ തീർന്നു. നമ്മൾ എന്ത് ചെയ്യും? അത് ഇന്നോ എന്ന് കേൾക്കുന്നുണ്ടോന്ന് അല്ലേ? ശരിയല്ലേ? അന്തിക്ക് ചന്തയിൽ ചെന്ന് ചിന്തിച്ചു നിൽക്കാതെ ഇട്ടാ പൊട്ടുന്ന ചട്ടി 8 അണയ്ക്ക് വാങ്ങിച്ച് 8 പ്രാവശ്യം കൊട്ടി നോക്കുന്ന കുട്ടന്മാരും കുട്ടികളുമാണ് നമ്മള്. ഞാൻ പറഞ്ഞോ, അസ്തിത്വമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് പോലും ഉറപ്പ് തേടാനുള്ള ശ്രമം നടത്തുന്നവരാണ്. എന്നോട് ഞാൻ നല്ല ഭാഷയിൽ പറയുന്നു. അസ്തിത്വമില്ലാത്തതിന്റെ പോലും, പെട്ടെന്ന് നഷ്ടപ്പെടുന്ന അസ്തിത്വമുള്ളതിന്റെ പോലും ഉറപ്പിനെ സംബന്ധിച്ചുള്ളൊരു ബലം നമ്മൾ ആവശ്യപ്പെടും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നാം പ്രാപിച്ച ക്രിസ്തുവിൽ നാം പ്രാപിച്ച രക്ഷ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ഉറപ്പ് എന്നതിനെ സംബന്ധിച്ചുള്ള ബോധ്യമാണ്. ആ ബോധ്യത്തെ കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് നൽകാൻ വേണ്ടി, അറിവല്ല ഉറപ്പ്, ബോധ്യത്തെ കുറിച്ചുള്ള ഉറപ്പ് നൽകാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ എന്ന ഈ പദം കൂടി ഈ വാക്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അസ്തിത്വമുള്ള, ഒരിക്കലും നഷ്ടപ്പെടുകയില്ലാത്ത, എന്നെങ്കിലും ക്രിസ്തുവിനോടൊപ്പം ചേരേണ്ട വ്യക്തി എന്ന നിലയിൽ അതുവരെ സംരക്ഷിത കവചമായി നമ്മോടൊപ്പം ക്രിസ്തു ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആ ഉറപ്പിൽ നമുക്ക് സഞ്ചരിക്കാൻ ക്രിസ്തു എന്ന പദം നമുക്ക് എന്നും ബോൾപരകമാണ്. ഒന്നുകൂടി പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, നമ്മൾ ആരും ജീവിതത്തിന് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിക്കോട്ടെ, എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി, ഇത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടതല്ല, നിങ്ങൾ ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പഠിച്ച ഈ പാഠത്തിന്റെ അവസാന ഭാഗം, 1ാമത്തെ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുന്നു. ക്രിസ്തു തത്വശാസ്ത്രം എങ്ങനെയാണ് ഈ പൗലോസിന്റെ ലേഖനങ്ങളിൽ എന്നത്, അല്ലെങ്കിൽ ചിന്തയിൽ എന്നത്, ഈ ആദ്യത്തെ ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുധാവനം ചെയ്യുന്ന വിശ്വാസ പ്രമാണമാകട്ടെ, നമ്മൾ ലിഖിതമാക്കാത്ത പ്രമാണങ്ങളെ അനുസരിച്ച് മുൻപോട്ട് പോകുന്നവരായി തന്നെ പോകുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥയിലും നമ്മോടൊപ്പം സഞ്ചരിക്കാൻ ഒരാള് ഉണ്ടെന്നുള്ളത്. മനസ്സിലായോ?
ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മോടൊപ്പം സഞ്ചരിക്കാൻ ഒരാളുണ്ടെന്നുള്ളത്. ഞാൻ കേവലം പൗലോസ് പറഞ്ഞ പോലെ ഈ ആകാശത്തേക്ക് മുഷ്ടിയുദ്ധം നടത്തി പറയുന്ന ഒരു പ്രവർത്തിയുടെ പ്രചാരകനല്ല എന്ന് പറഞ്ഞ് മനസ്സിലായോ? എന്റെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ശരിയായ ഉറപ്പ് എന്ന് പറയുന്നത് എന്നെ പോലും മാറ്റിമറിച്ചതാണെങ്കിൽ, ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണെങ്കിൽ എന്നോടൊപ്പം സഞ്ചരിക്കും, ലോകത്തിന്റെ അവസാനം വരെ ഞാൻ ഉണ്ട് എന്നുള്ള ഉറപ്പ് നൽകിയതിന്റെ പിന്നാലെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, വേദനയില്ല. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് ആവശ്യപ്പെടുമ്പോഴാണ്, നമ്മളൊക്കെ നമ്മോട് തന്നെ ഒരുപാട് ആവശ്യപ്പെടുമ്പോഴാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുമ്പോഴാണ് പലപ്പോഴും നിരാശപ്പെടേണ്ടി വരുന്നത്. പക്ഷേ നമ്മൾ ആ ഒപ്പം ഒന്ന് നടന്നേ. ഒന്നുകൂടി പറയാം ശ്രദ്ധിച്ച പേരുള്ളവര്, നമ്മളൊക്കെ ഒരുപാട് ഉയരങ്ങളിലാണെന്ന് നാം നമ്മോട് തന്നെ പറയാം. നീ ഒരുപാട് ഉയരങ്ങളിലാണ് എന്നുള്ള ഒരു വലിയ ഉറപ്പ് നാം നമുക്ക് തന്നെ നൽകുമ്പോഴാണ് നമ്മളൊക്കെ അത് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. പക്ഷേ നാം നമ്മോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ മറ്റൊരാളുണ്ടെന്നുള്ള, ഒപ്പമാണ് സഞ്ചരിക്കുന്നത്, മുൻപിലല്ല പുറകിലുമല്ല, ഒപ്പമാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മോടൊക്കെ സംവദിക്കാൻ ഒരാള്, കേൾക്കാൻ ഒരാള്, പറയാൻ ഒരാള്, നമ്മളൊക്കെ ഹൃദയം തുറക്കാൻ ഒരാള്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മോടൊക്കെ ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും, ആരും നമ്മളെ പരിഗണിച്ചില്ല എങ്കിലും, ആരും നമ്മോടൊപ്പം ഇല്ലെങ്കിലും, നമ്മുടെയൊക്കെ കാതുകളിൽ നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ച് പറയാൻ ഒരാളും ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ലോകത്തിന് നിരാശപ്പെടേണ്ടി വരില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ക്രിസ്തു വില കൊടുത്ത് വാങ്ങിച്ച ഒരു സഭയുടെ അംഗമാണ് നമ്മളെങ്കിൽ ലോകത്തിലെ എന്തെല്ലാം സംഭവിച്ചാലും നമ്മളെ ബാധിക്കരുത് എന്നുള്ള ഒരു എളിയ അപേക്ഷ. ഇന്ന് കാണുന്ന സകല അരിഷ്ടിതാവസ്ഥകളും, സകല അക്രമങ്ങളും, അനീതികളും, ന്യായമല്ലാത്തതും കാണുമ്പോൾ ഇതാണോ ദൈവസഭയെന്നോ, ഇതാണോ ദൈവമെന്നോ, ഇതാണോ ക്രിസ്തു തത്വമെന്നോ ഒരിക്കലും ചിന്തിച്ച് നമ്മൾ മാറേണ്ട, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ഞാൻ രണ്ടാമൊന്നുകൂടി ചിന്തിക്കേണ്ടതായിരുന്നു, അവിടെ നിന്നാ മതിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതല്ല ദൈവസഭ എന്ന് പറഞ്ഞാൽ. രക്തം കൊടുത്തവൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അവന്റെ തത്വത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. അവിടെയാണ് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നത്. ഈ ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി ഇല്ല എങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ പിന്നീട് പറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ മനസ്സിലായെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കാൻ, കേവലം കുറെ കാര്യങ്ങൾ അറിവ് നേടിപ്പോയതിനപ്പുറമായിട്ട് നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടും ഈ ക്ലാസ്സുകൾ തീരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ചുമക്കുന്ന ഈ തത്വം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് നേടുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടിയുള്ള സമർപ്പണം കൂടി നമുക്കുണ്ടാവണം. അവിടെയാണ് നമ്മൾ എന്ന വിദ്യാർത്ഥി ജയിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലാലിച്ചാനൊക്കെ വെളിയിലായതുകൊണ്ട് അവര് യാത്രയിലായിരിക്കും, കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തോന്നുന്നല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്റെ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഇടുക. ദൈവം നിന്നെ സഹായിക്കട്ടെ. ഇപ്പോൾ കൃതാമദാസൻ പക്ഷെ ജോയ്ക്കുട്ടി അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് ഇതുണ്ടാകും, ചാപ്പൽ സർവീസ് ഉണ്ടാകും. അതിന്റെ അറിയിപ്പുകൾ ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ ലഭിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പക്ഷെ ജോയ്ക്കുട്ടി. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പുതിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച് വിലപ്പെട്ട ദാസൻ കൂടെ ലഭിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ഉറപ്പിനെ കുറിച്ചും രക്ഷയുടെ ഉറപ്പിനെ കുറിച്ചും കർത്താവെ ഞങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ ആഴങ്ങളെ പിന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഉറപ്പോടെ അങ്ങയുടെ വയൽപ്രദേശം അധ്വാനിപ്പാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാസനെ ക്ലാസ് എടുപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. കർത്താവെ ശാരീരികമായി പിന്നെയും ദാസനെ ബലപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിൽ ഉറപ്പിച്ച് നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടുകളെ നോക്കി ആരും ഭാരപ്പെട്ടു പോകാതെ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ഓർത്ത് ആരും ഭാരപ്പെട്ടു പോകാതെ, ക്രിസ്തുവിൽ കർത്താവെ വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട്
ദൈവരാജ്യത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടിയും നിലയായി നിൽപ്പാൻ എല്ലാവരെയും പ്രാപ്തരാക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദാസനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മറ്റെല്ലാ അധ്യാപകർക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമസ്തമായി സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് ഇടയാക്കണം. അതുവരെയും കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥനയെ യാചന കർത്താവ് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 ആശീർവാദം പറഞ്ഞാട്ടെ. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നിരന്തരം നമ്മെ ആശ്വസിച്ച വഴി അടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നാം ഓരോരുത്തരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവരെയും സകല വിശുദ്ധന്മാരോടുകൂടെയും എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. സംബന്ധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി, വന്ദനം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ദിവസം നാളെ വൈകിട്ട് കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.